ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ജീവനിർവ്വയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഒരു പ്രാവശ്യം കൂടെ ദൈവവചനമായി നിൽക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന വിലപ്പെട്ട സമയത്തിനായി തിരുനാമത്തെ സ്തുതിക്കുന്നു. ഇന്ന് അതിപ്രധാനമായ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതും ദൈവം തന്ന് എന്നെ ഉപദേശിക്കുന്നതുമായ ചില വേദഭാഗങ്ങൾ, ചില ചിന്തകൾ ദൈവജന സംശം അവതരിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അതിനായിട്ട് റോമാലേഖനം 12-ാം അധ്യായം 1-2 വാക്യങ്ങൾ ഞാൻ ആദ്യമായി വായിക്കുന്നു. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ഈ വേദഭാഗത്ത് നിന്നുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില ചിന്തകൾ കർത്താവ് എനിക്ക് തന്നത് ദൈവത്തിന് പ്രയോജനമാകാത്ത രീതിയിൽ പങ്കുവയ്ക്കുവാൻ താല്പര്യപ്പെടുന്നു. റോമാലേഖനത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള അധ്യായങ്ങൾ, പ്രത്യേകിച്ച് 8 വരെയുള്ള അധ്യായങ്ങൾ ഉപദേശപരവും, 9, 10, 11 യഹൂദൻ്റെ തിരസ്കാരത്തുള്ള ബന്ധത്തിലും അവൻ്റെ അംഗീകരണത്തുള്ള ബന്ധത്തിലും അവതരിപ്പിച്ചിട്ട് 12 മുതലുള്ള അധ്യായങ്ങളിൽ പ്രായോഗിക ഉപദേശത്തിൻ്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് ദേവദാസൻ പറയുന്നു. ആമുഖമായിട്ട് അങ്ങോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ വാക്യത്തിൽ തന്നെ നിൽക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. പ്രായോഗിക ക്രിസ്തീയ ജീവിതം എങ്ങനെയാണ് ഇവിടെ പറയുന്നത്? 1-ാം വാക്യം ശ്രദ്ധിക്കുക. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച്. അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ മനസ്സലിവാണ്. അതിനെക്കുറിച്ച് മുൻ അധ്യായങ്ങളിലൊക്കെ സവിസ്തരമായി പറഞ്ഞു. യഹൂദൻ്റെ തിരസ്കാരം ജാതികളുടെ യഥാസ്ഥാനത്തിൽ നിന്നാണെന്നും അല്ലെങ്കിൽ ജാതികളുടെ അംഗീകരണത്തിനാണെന്നും 11-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞു. അപ്പോൾ അവർക്കുണ്ടായ നഷ്ടം ജാതികൾക്ക് ലാഭമായി. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ? സ്വാഭാവിക കൊമ്പുകളെ ആദരിക്കാതെ സ്വഭാവത്തിനും അവയെ ഒടിച്ചു കളഞ്ഞ്, കൊമ്പുകളിൽ ചിലതിനെ ഒടിച്ചു കളഞ്ഞിട്ട് സ്വഭാവത്തിന് വിരുദ്ധമായി കാട്ടൊലിവിൻ്റെ കൊമ്പുകളെ നല്ല ഒലിവുമരത്തോട് ഒടിച്ചേർത്തൊക്കെ അവിടെ എഴുതിയിട്ടുണ്ട്. അങ്ങോട്ടും പറയുന്നത്. അപ്പോൾ ദൈവം നമ്മോട് മനസ്സലിഞ്ഞു. ആ മനസ്സലിവിൻ്റെ വെളിച്ചത്തിലാണ് താഴെ പറയുന്ന കാര്യങ്ങൾ ഓർപ്പിക്കുന്നത്. ഇനി ആ വാക്യം അല്ലെങ്കിൽ 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഒറ്റ വാക്യമായിട്ടാണ് കാണുന്നത്. അത് ശരിയുമാണ്. എന്നാൽ അത് 3 വാക്കുകളായിട്ട് അല്ലെങ്കിൽ ഒരു 3 സിമ്പിൾ സെൻറ്റൻസ് അടങ്ങിയ ഒരു കോംപ്ലക്സ് സെൻറ്റൻസ് എന്ന് നമുക്കതിനെക്കുറിച്ച് പറയാം. 3 ചെറിയ ചെറിയ വാക്യങ്ങളെ ഒന്നിച്ച് കോർത്തിണക്കി പഴയ ഭാഷയിൽ അതങ്ങനെ പറഞ്ഞു. എന്നാൽ കുറച്ചുകൂടെ മനസ്സിലാകത്തക്ക രീതിയിൽ POCയിൽ പറഞ്ഞിരിക്കുന്നത് ഞാൻ വായിക്കാം. POC ബൈബിളിൽ കുറെ കൂടെ നന്നായി എഴുതിയിട്ടുണ്ട്. ആശയം ശരിയാണ്, എങ്കിലും ഇത് വിഭജിച്ചെഴുതിയിരിക്കുന്നത് ഞാൻ വായിക്കാം. ആകയാൽ സഹോദരി, ദൈവത്തിൻ്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുന്നു, നിങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ സജീവ ബലിയായി സമർപ്പിക്കുവിൻ. ഇതായിരിക്കണം നിങ്ങളുടെ യഥാർത്ഥമായ ആരാധന. 2-ാം വാക്യം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യുത നിങ്ങളുടെ മനസ്സിൻ്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ. ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായതെന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഇംഗ്ലീഷിലെ തർജ്ജമകളിലെല്ലാം
നമുക്ക് അങ്ങനെ തന്നെ കാണാം. അല്ലെങ്കിൽ ഓരോന്നോരോന്ന് തരംതിരിച്ച് അർത്ഥവാചകങ്ങളായിട്ട് പറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിന് അനുഭവപ്പെടരുത്, മനസ്സ് പുകി രൂപാന്തരപ്പെടുവീൻ, അപ്പോൾ നിങ്ങൾ നന്മയും പൂർണ്ണതയും പ്രസാദമുള്ള ദൈവഹിതം ഇന്ന് നിന്ന് തിരിച്ചറിയും. ഞാൻ പറഞ്ഞല്ലോ, 11 വരെയുള്ള ഭാഗത്ത് ഉപദേശപരമായ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ട് യഹൂദനെ സംബന്ധിച്ചു കൂടെ 12-ാം വാക്യം മുതൽ പ്രായോഗിക വശത്തെക്കുറിച്ച് അപ്പോസ്തലൻ സൂചിപ്പിക്കുന്നു. അതിൻ്റെ 1-ാം വാക്യം ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവത്തിൻ്റെ മനസ്സിലിവ് ഓർപ്പിച്ച് ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളും ഇടപാടും എല്ലാം അബ്രഹാമിൻ്റെ സന്തതികളോടായിരുന്നെങ്കിൽ അബ്രഹാമിൻ്റെ മകനായ ഇസാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ മക്കളായ 12 ഗോത്രങ്ങളുടെ ബന്ധത്തിലായിരുന്നെങ്കിൽ അത് അവരല്ലാത്ത പുറജാതികൾക്ക് യാതൊരു ബന്ധവും വാഗ്ദത്തങ്ങളോട് ഇല്ലായിരുന്നു. ആ സ്ഥാനത്ത് നമ്മളോട് ദൈവം കരുണ കാണിച്ച് ജാതികളിൽ നിന്ന് ഒരു ജനത്തെ തനിക്ക് എടുക്കുവാൻ ദൈവത്തിൻ്റെ പ്രസാദമായി. അങ്ങനെ എടുക്കപ്പെട്ട ദൈവജനം അവരുടെ ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം? അപ്പോൾ ഇതിൻ്റെ അടിസ്ഥാനം ദൈവത്തിൻ്റെ മനസ്സലിവാണ്. നമ്മുടെ അർഹതയോ നമ്മുടെ യോഗ്യതയോ നമ്മുടെ പാണ്ഡിത്യമോ നമ്മുടെ കുലശ്രേഷ്ഠതയോ നമ്മുടെ പാരമ്പര്യമോ ഒന്നുമല്ല. 1 കൊരിന്ത്യരിൽ അവനിങ്ങനെ പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായി തിരഞ്ഞെടുത്തു, ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു, ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നീർച്ചവുമായി തിരഞ്ഞെടുത്തു എന്ന് 1 കൊരിന്ത്യർ 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാം. അപ്പോൾ ഇന്ന് നാം അവകാശപ്പെടുന്ന രീതിയിലുള്ള നമ്മുടെ ഒരു യോഗ്യതയുമല്ല. എഫേസ്യർ 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ കാണുന്ന പോലെ അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന നമ്മെ, അതിന് താഴ്ത്തു വായിക്കുമ്പോൾ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം. അപ്പോൾ കരുണയിൽ സമ്പന്നനായ ദൈവം അതിക്രമങ്ങളും പാപങ്ങളും മരിച്ചു കിടന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ഉയർപ്പിച്ച് സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തി. അവൻ നമ്മോട് മനസ്സലിവ് കാണിച്ചു. ആ മനസ്സലിവിൻ്റെ പാത്രമാണ് നാം. കരുണാപാത്രങ്ങൾ, മനസ്സലിവിൻ്റെ പാത്രങ്ങൾ. അത് അടിസ്ഥാനമാക്കി ഓർപ്പിച്ചുകൊണ്ട് ഒന്നുകൂടെ ഞാൻ പറയുന്നു, നിങ്ങളുടെ ഒരു യോഗ്യതയുമല്ല പ്രിയമുള്ളവരെ, ദൈവം നമ്മോട് മനസ്സലിഞ്ഞുകൊണ്ട് മാത്രമാണ് ഇത് നിങ്ങൾ കിട്ടിയെന്ന് ഓർപ്പിച്ചുകൊണ്ട് പറയുന്നു. നിങ്ങൾ എന്ത് ചെയ്യണം? 1, നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദവുമുള്ള യാഗമായി അർപ്പിപ്പിൻ. അതാണ് ബുദ്ധിയുള്ള ആരാധന. ജീവനും വിശുദ്ധിയും ദൈവത്തിൻ്റെ പ്രസാദവുമുള്ള യാഗമായി സമ്പൂർണമായി അർപ്പിക്കണം. അത് പോട്ടെ. ഇനി 2ാമത് പറയുന്നു, എനിക്ക് അവിടെയല്ല നിൽക്കാൻ താല്പര്യപ്പെടുന്നത്, ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. പിന്നെ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം. അപ്പോൾ നന്മയും പൂർണ്ണയും പ്രസാദവുമുള്ള ദൈവഹിതം എന്തെന്ന് നിങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ടുള്ള ഫലം എന്താണ്? എന്താണ് ഈ ലോകത്തിന് അനുരൂപരാകരുത് എന്ന് പറയുന്നത്? ഈ ലോകം ഈ സസ്യലതാദികൾ നിറഞ്ഞ, പ്രകൃതി ഭംഗിയാൽ നിറഞ്ഞ, സുന്ദരമായ നയനമനോഹരമായ സസ്യലതാദികളും കിളികളും മൃഗങ്ങളും ഒക്കെയുള്ള ഈ സുന്ദരമായ ലോകം എന്താണ് ഉദ്ദേശിക്കുന്നത്? ലോകം എന്ന് പറഞ്ഞാൽ അതാണോ? വാസ്തവത്തിൽ അതൊന്നുമല്ല. ഒറ്റ വാക്കിൽ അത് ഈ ലോകം എന്താണെന്ന് ഞാൻ പറയാം. അതിന് വേണേ വിശദമായ നിർവചനമുണ്ട്, അങ്ങോട്ട് പോകുന്നില്ല. ഈ ലോകം എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ കൂടാതെയുള്ള സാത്താന്യ നിയന്ത്രണത്തിലുള്ള ഈ ലോക വ്യവസ്ഥിതി. എന്നൂടെ പറയുന്നു, ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള സാത്താനാൽ നിയന്ത്രിക്കപ്പെടുന്ന ഈ ലോകത്തിൻ്റെ വ്യവസ്ഥിതി താഴോട്ട് നാം ചിന്തിക്കുമ്പോൾ അത് കുറച്ചുകൂടെ വ്യക്തമാകും. അപ്പോൾ ഇവിടെ ദൈവത്തിന് സ്ഥാനമില്ല. ചിലപ്പോൾ ദൈവം എന്നൊക്കെ പറഞ്ഞേക്കും, പക്ഷേ ഇത് നിയന്ത്രിക്കുന്നത് വേറെ ഘടകമാണ്. അതാണ് ഈ ലോകം.
അപ്പോൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, അതുപോലെയാകരുത്. നമ്മൾ ഈ ലോകത്തിലല്ലേ ജീവിക്കുന്നത്, ലോകത്തിൽ അല്ലേ പെരുമാറുന്നത്. ജനനവും ജീവിതവും മരണവും എല്ലാം ഈ ലോകത്തിലാണ്. അപ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം? ഈ ലോകത്തിന് അനുരൂപരാകരുത്. അപ്പോൾ ലോകം എന്ന് പറയുന്നത് ഇതാണ്, ദൈവത്തെ ഒഴിവാക്കിക്കൊണ്ടുള്ള, ദൈവിക വ്യവസ്ഥകളെ ഒഴിവാക്കിക്കൊണ്ടുള്ള സാത്താന്യ നിയന്ത്രണത്തിലുള്ള വ്യവസ്ഥ. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് എൻ്റെ അർത്ഥം. അപ്പോൾ എന്താണ് അങ്ങനെ പറയാൻ കാരണം, ഈ ലോകത്തിന് അനുരൂപരാകെന്ന് പറയാൻ കാരണം? അപ്പോൾ എന്താണ് ഞാൻ രണ്ട് കാര്യം പറയാൻ, ഇതിൽ അതിനെക്കുറിച്ച് ഈ ലോകത്തോട് അനുരൂപരാകെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ലോകം, എന്താണെന്ന് നാം ചിന്തിച്ചു. മാത്രമല്ല അതിൻ്റെ അർത്ഥമെന്ത്? ഈ ലോകത്തോട് അനുരൂപരാകെന്ന് പറഞ്ഞാൽ ഷെയ്പ്പ് വരുത്തുകയാണോ, അതോ എന്താണ് അതിൻ്റെ അർത്ഥം? ഒരു 7 കൂട്ടം കാര്യങ്ങൾ മറ്റെന്തെങ്കിലും കണ്ടേക്കാം, എന്നാലും സംക്ഷിപ്തമായി 7 കൂട്ടം കാര്യങ്ങൾ ആ ബന്ധത്തിൽ പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, ലോകത്തിൻ്റെ ചിന്താഗതി വെച്ച് പുലർത്തരുത്. അതെന്താണ്? ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത്. ലോകത്തിൻ്റെ ചിന്ത നിങ്ങളെ കീഴ്പ്പെടുത്തരുത്. അതെന്താണ്? 1 യോഹന്നാൻ 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ കാണുന്നു, മുഴുവൻ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നു. മുഴുവൻ ലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ. അപ്പോൾ സാത്താനാണ് ഇതിനെ നിയന്ത്രിക്കുന്നത്. മാത്രമല്ല 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ ദൈവപ്രതിമയായ യേശുക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ മർമ്മം പ്രകാശിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സുകൂടാക്കി എന്ന് കാണാം. അപ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം വേറെയാണ്. മാത്രമല്ല യോഹന്നാൻ സുവിശേഷം 14-ാമത്തെ അവസാന ഭാഗത്ത് കർത്താവ് പറഞ്ഞു, ഈ ലോകത്തിൻ്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. യേശുക്രിസ്തു അല്ലാതെ വേറെ ഒരുത്തൻ ഈ അല്ലെങ്കിൽ സർവശക്തനായ ദൈവമല്ലാതെ മറ്റൊരുത്തൻ ലോകത്തിൻ്റെ പ്രഭുവായിരിക്കുന്നു എന്നർത്ഥം. മാത്രവുമല്ല ഗലാത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന്. അപ്പോൾ ഇപ്പോഴത്തെ ദുഷ്ടലോകമാണെന്നും സർവ്വലോകവും ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്നും ഈ ലോകത്തിന് പ്രഭു ഉണ്ട് എന്നും ലോകത്തിന് ദൈവമുണ്ടെന്നും ദൈവവചനത്തിൽ നിന്ന് വ്യക്തമാണ്. അങ്ങനെ വരുമ്പോൾ ഈ ലോകത്തിൻ്റെ ചിന്താഗതി മുഴുവൻ നിയന്ത്രിക്കുന്നത് ആ ശക്തിയാണ്. അപ്പോൾ ലോകം ചിന്തിക്കുന്ന പോലെ ചിന്തിക്കരുത് എന്നർത്ഥം. മാത്രമല്ല ലോകത്തിൻ്റെ ചിന്ത എന്താണ്? ലോകത്തിൻ്റെ ചിന്ത ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഭൗതികമായതും പുറമേയുള്ള നേട്ടം ഉണ്ടാക്കുന്നതുമായ കാര്യങ്ങളിലാണ് ആ ലോകത്തിൻ്റെ ചിന്ത വരുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം അതാണ്. ഈ കർത്താവായ യേശു 40 ദിവസം ഉപവസിച്ചതിന് ശേഷം മരുഭൂമിയിൽ പിശാചിനാൽ പരീക്ഷിക്കപ്പെട്ടുകൊണ്ടിരുന്നു. അപ്പോൾ പരീക്ഷകൻ കർത്താവിൻ്റെ അടുക്കൽ വന്ന് 3 കാര്യങ്ങൾ അവിടെ കാണാം. അതിലൊന്ന്, ലോകത്തുള്ള സകല രാജ്യങ്ങളുടെയും മഹത്വം അവനെ കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, വീണ് എന്നെ നമസ്കരിച്ചാൽ ഇതെല്ലാം നിനക്ക് തരാം. ഇത് തന്നെയാണ് ലോകത്തിൻ്റെ ചിന്താഗതി. ലോകത്തിൻ്റെ ഉയർച്ച, ലോകത്തിലെ നന്മകൾ, ലോകത്തിലെ നേട്ടങ്ങൾ, ലോകത്തിൻ്റെ അംഗീകാരം, ലോകത്തിൻ്റെ പദവി, ലോകത്തിൻ്റെ സ്ഥാനം, ലോകത്തിൻ്റെ സുഖസൗകര്യങ്ങൾ എല്ലാം ലൗകികമായതെല്ലാം ആകർഷകമായത്. മാത്രമല്ല മറ്റുള്ളവർ അംഗീകരിക്കുന്ന രീതിയിൽ, ചുരുക്കി പറഞ്ഞാൽ ഈ ലോകത്തിൽ വലിയവനാകുക, ഈ ലോകത്തിൽ നേട്ടം ഉണ്ടാക്കുക, അതിനെയാണ് ഈ ലോകത്തിന് അനുരൂപം എന്ന് പറഞ്ഞാൽ അതിനെയാകാം. അനുരൂപം ആയാൽ അതാ കാണിക്കുന്നത്. ലോകക്കാരുടെ ചിന്ത അതാണ്. മാത്രമല്ല ഒന്നുകൂടെ പറയാം,
ഉൽപ്പത്തി പുസ്തകം 11-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്കൊരു സംഭവം കാണാം, ബാബേൽ ഗോപുരം പണിതവരെ കുറിച്ച്. അവിടെ പറയുന്നു, നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക, ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരം പണിയുക, എന്നിട്ട് അതിൻ്റെ നമുക്കൊരു പേരും ഉണ്ടാക്കുക, നമുക്കൊരു മേൽവിലാസം ഉണ്ടാക്കുക. ആത്മീയ മണ്ഡലത്തിൽ ഇന്ന് കാണുന്നതല്ല, അതാണ് മേൽവിലാസം ഉണ്ടാക്കാൻ വേണ്ടി, പേരുണ്ടാക്കാൻ വേണ്ടി, ഒരു സ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി. എനിക്കും വേണം ഒരു നല്ല സ്ലോട്ട്, നല്ല അംഗീകാരം, പദവി എനിക്കും വേണമെന്നും പറഞ്ഞ് ആളുകൾ അമ്പരപ്പോടെ നീങ്ങുന്ന കാണാമല്ലോ. പിടിച്ചടക്കാൻ വേണ്ടി എന്ത് ബന്ധപ്പെടാൻ കാണിക്കുന്നത്? അംഗീകാരം കിട്ടാൻ, അംഗീകരിക്കപ്പെടാൻ, പദവികൾക്ക് വേണ്ടി 4 പേരറിയണം. എന്നാ സുവിശേഷം രംഗത്തുള്ള എല്ലാവരെയും ആ ചിന്ത അതാണല്ലോ. ഒരിക്കൽ യേശുവിൻ്റെ സഹോദരന്മാർ അവനോട് പറഞ്ഞു, നീ പ്രസിദ്ധനാകുവാൻ ആഗ്രഹിക്കുന്നതെല്ലാം ഇങ്ങനെ ഒളിച്ചിരിക്കുകയല്ലോ വേണ്ടേ, അതുകൊണ്ട് പോകുന്നില്ലേ പെരുന്നാളിന്? കർത്താവ് പറഞ്ഞു, ഞാൻ പോകുന്നില്ല, എൻ്റെ നാഴിക വന്നില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറഞ്ഞു. അതുപോലെ ഇന്നെല്ലാം ഇതാണ്, പ്രസിദ്ധനാകാൻ ആഗ്രഹിക്കുക, പേരുണ്ടാക്കുക, പേരും പെരുമയും സ്ഥാനമഹിമകൾ. ഇന്ന് എല്ലായിടത്തും അതിലേ കാണുന്നു. അവരുടെ പദവികൾ അങ്ങ് വെരി ഹാമാൻ തൻ്റെ സ്നേഹിതന്മാരെയും രാജാവിന് വിരുന്നിന് പോയപ്പോൾ ഐശ്വര്യനോട് കൂടെ വിരുന്നിന് പോയിട്ട് വന്നിട്ട് തൻ്റെ സ്നേഹിതന്മാരെയും എല്ലാവരെയും കൂട്ടി വരുത്തി അവരോടൊക്കെ വിളമ്പുകയാണ് സ്ഥാനമഹിമകൾ, അംഗീകാരം. രാജാവ് എന്നെ മാനിച്ചു. ലോകത്തിൻ്റെ അംഗീകാരം കിട്ടുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അത് ഈ ലോകത്തിൻ്റെ ചിന്താഗതിയാണ്, അത് ഈ ലോകത്തോട് അനുരൂപപ്പെടുന്നതാണ്. മാത്രമല്ല ലോകത്തിൻ്റെ ചിന്താഗതി എന്ന് പറയുമ്പോൾ സ്വയാധിഷ്ഠിതമാണ്. എനിക്ക് നേട്ടം, മറ്റുള്ളവരുടെ നേട്ടമല്ല, എനിക്ക് നേട്ടം, എനിക്ക് സ്വയാധിഷ്ഠിതമാണ്. അപ്പോൾ ഈ ലോകത്തിൻ്റെ ചിന്താഗതി ആരെ ചവിട്ടി താഴ്ത്തിയാലും ആരെ തള്ളിയാലും എനിക്ക് മുന്നേ വരണം, എനിക്ക് നേടണം, എനിക്ക് എൻ്റെ സുഖം, എൻ്റെ താല്പര്യം, എൻ്റെ ഇഷ്ടം, എൻ്റെ വഴി, എനിക്ക്. ഇങ്ങനെ വിശ്വാസികളെന്ന് പറയുന്നവർക്കുണ്ടെങ്കിൽ യാതൊരു സംശയവുമില്ല, ഈ ലോകത്തിന് അനുരൂപരായിക്കൊണ്ടിരിക്കുക. ഞാൻ മുന്നോട്ട് നീങ്ങട്ടെ. മാത്രമല്ല ഈ ലോകത്തോട് അനുരൂപ്യമുണ്ടെങ്കിൽ, അനുരൂപരാകരുതെന്ന് പറയുമ്പോൾ വേറൊരു കാരണം കൂടെ ഉണ്ട്. ഈ ലോകത്തിൻ്റെ ആചാര മര്യാദകൾ, വഴക്കങ്ങൾ നാം ആചരിക്കരുത്. ഒത്തിരി ട്രഡീഷൻസ്, ഒത്തിരി പാരമ്പര്യങ്ങൾ, അതിൻ്റെ ഒക്കെ പുറകെ പോകുന്ന കാണാമല്ലോ. ലോകം കാണിക്കുന്നത് പോലെ നാമും കാണിക്കരുത്. കാരണം പിന്നാലെ ചിന്തിക്കാം, ഈ ലോകത്തോട് അനുരൂപരാകുമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ ആചാര മര്യാദകളുടെ പുറകെ പോകരുത്. പത്രോസ് തൻ്റെ 1-ാമത്തെ ലേഖനത്തിൽ പറഞ്ഞു, വ്യർത്ഥവും പിതൃപാരമ്പര്യവുമായുള്ള നിങ്ങളുടെ പണ്ടത്തെ നടപ്പിൽ നിന്ന്. വാസ്തവം പറഞ്ഞാൽ വേറൊരു ഭാഗത്ത് പൗലോസ് പറഞ്ഞു, ബലഹീനവും ദരിദ്രവുമായ ദുർബലമായ ആദ്യ പാഠങ്ങളിലേക്ക് വീണ്ടും തിരിയുന്നു. ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇൻപം വേണ്ട എന്ന് പാടും. എന്നാൽ ലോകത്തിൻ്റെ എന്തിനു പറയുന്നു, ലോകത്തിൻ്റെതായ മാർഗങ്ങൾ, ലോകത്തിൻ്റെ എന്തെല്ലാം പഴക വിവാഹം വരുമ്പോൾ, മരണത്തിന്, മറ്റോരോ കാര്യങ്ങൾക്ക്, ഓരോ നിത്യജീവിതത്തിലേക്ക് ലോകക്കാരനെ എന്ത് ചെയ്യുന്നോ അതുപോലെ പകർത്തി, അതുപോലെ ജീവിതത്തിലാക്കി, അതിൽ പ്രശംസിക്കുന്ന, അതിൽ പൂഴുന്ന ആളുകൾ ആത്മീയ മണ്ഡലത്തിൽ ധാരാളം നമുക്ക് കാണാം. ദൈവനം പറയുന്നു, ദൈവത്തിൻ്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിന്നോട് ഞാൻ മനസ്സലിവ് കാണിച്ചാണ് നിന്നെ ദൈവബലിയായി അർപ്പിക്കുക, മാത്രമല്ല ഈ ലോകത്തിന് അനുരൂപരാകരുത്. മാത്രമല്ല, ഞാൻ വേഗത്തിൽ മുന്നോട്ട് നീങ്ങട്ടെ. ഈ ലോകത്തിൻ്റെ ജീവിതശൈലികൾ നാം അനുവർത്തിക്കരുത്. ഈ ലോകത്തിന് അനുരൂപരാകുമെന്ന് പറയുമ്പോൾ ഈ ലോകത്തിൻ്റെ ചിന്താഗതി വെച്ച് പുലർത്തരുത്, ഈ ലോകത്തിൻ്റെ പാരമ്പര്യങ്ങളും ആചാരങ്ങളും വെച്ച് പാടില്ല. അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ ലോകത്തിൻ്റെ ജീവിതശൈലി നിങ്ങൾ പകർത്തരുത്. ആഡംബരം, പ്രൗഢി, പേര്, പ്രശസ്തി,
കാപട്യം, ഡംബ്, അഹങ്കാരം, ഇതൊക്കെ ലോകത്തിൻ്റെ ഭാഗമാണ്. അഭിനയിക്കുന്ന, ഒന്നുമില്ലെങ്കിലും ഉണ്ടെന്ന് അഭിനയിക്കുന്ന ജീവിത രീതി ലോകത്തിൻ്റെ ഭാഗമാണ്. എനിക്ക് മറ്റുള്ളവനേക്കാൾ നേട്ടം വേണം, ഏത് മാർഗം ഉപയോഗിച്ചും മറ്റുള്ളവനേക്കാൾ എനിക്ക് ഷോ ഓഫ് കാണിക്കണം എന്നുള്ള പ്രവണത വിശ്വാസികൾ വർദ്ധിച്ചു വരുന്നു. ദൈവവചനം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരായത്, ലോകത്തിൻ്റെ ജീവിതശൈലി, ലോകത്തിൻ്റെ ആഡംബരം, ലോകത്തിൻ്റെ പ്രൗഢി ഒന്നും ജീവിതത്തിൽ പകർത്തരുത്. ഈ ലോകത്തിൻ്റെ അധികാരപ്രമത്തത കാണിക്കുന്ന ഒക്കെ നമുക്കറിയാമല്ലോ. ദയവായി ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇന്ന് തനി ലോകക്കാരെക്കാളും മോശമായിരിക്കുന്ന സ്ഥിതി കാണാം. മാത്രമല്ല, അല്പം കൂടെ മുന്നോട്ട് ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ, ഇനി എനിക്ക് പറയാനുള്ളത് നാലാമത്, ഈ ലോകത്തിൻ്റെ ഫാഷൻ അനുകരിക്കരുത്. ഫാഷൻ വേൾഡ് എവിടെ നോക്കിയാലും ട്രെൻഡ്. സാധാരണ നമ്മൾ ആളുകൾ പറയാണല്ലോ, ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ്. വേഷവിധാനത്തിൽ, ഹെയർ സ്റ്റൈലിൽ ട്രെൻഡ്, പാദരക്ഷകളുടെ കാര്യത്തിൽ എല്ലാം. ഈ ചലച്ചിത്ര മേഖലയിൽ നിന്നാണല്ലോ ഫാഷൻ കൂടുതലും ഇങ്ങോട്ട് വരുന്നത്. അവർ പണം ഉണ്ടാക്കി കാശും വാങ്ങിച്ചുകൊണ്ട് ഒരെല്ലാം കോപ്രായം കാണിക്കുന്നു. അതിന് ഓശാന പാടാൻ ആത്മീയരെന്ന് പറയുന്നവരെന്ന് മുന്നിൽ നിൽക്കുന്നു. വസ്ത്രധാരണം ശരീരത്തെ മറയ്ക്കാനാണ്. എന്നാൽ ഇന്ന് ശരീരത്തെ തുറന്നു കാണിക്കാനായി മാറി. യോഗ്യമായ വസ്ത്രം ധരിക്കണമെന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. യോഗ്യമായ ശരീരം മറയ്ക്കുന്ന, നഗ്നത മറയ്ക്കുന്ന വസ്ത്രം ധരിക്കണം. എന്നാൽ പറയാൻ ലജ്ജയുണ്ടെങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നു, കാലിനേക്കാൾ ചെറിയ പാൻസ്, അല്ലെങ്കിൽ കാലിനേക്കാൾ വണ്ണം കുറഞ്ഞ പാൻസ്, ശരീരത്തേക്കാൾ വണ്ണം ഇറുകിയ ഉടുപ്പ്. ഒരിക്കൽ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഉണ്ണുണ്ണു സാർ ജീവിച്ചിരുന്ന കാലത്ത് ഒരു കർത്തൃമേശയ്ക്ക് താൻ പറഞ്ഞെന്നാ പറയുന്നത്, മുറുകിയ പാൻസും ഇറുകിയ വേഷവിധാനമുള്ള ഒരുത്തരും ഇന്ന് കർത്തൃമേശയ്ക്ക് ഇരിക്കണ്ടെന്ന് പറഞ്ഞെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അന്ന് ഞാൻ അവിടെ ഇല്ലായിരുന്നു. ഒരു 5 കിലോ സാധനം വാങ്ങിച്ച് 1 കിലോ കൊള്ളുന്നൊരു ഈ പ്ലാസ്റ്റിക് സഞ്ചിയിൽ കൊള്ളിച്ചാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെ ശരീരത്തേക്കാൾ ഇറുകിയ വേഷം കുത്തിക്കയറ്റി അത് ബോഡി ഷേപ്പാണെന്നും പറഞ്ഞ് എൻ്റെ ശരീരം എനിക്കിഷ്ടമുള്ള പോലെ ചെയ്യും എന്ന് പറഞ്ഞ് തുള്ളി നടക്കുന്ന അഹങ്കാരികളെ കൊണ്ട് ആത്മീയമണ്ഡലം നിറഞ്ഞു. ഒരു കാര്യം മറന്നുപോകുന്നു, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു. നിങ്ങൾ താന്തങ്ങൾക്കുള്ളവരല്ല. നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും എന്ന ലേഖനത്തിൽ 1:1 ആ സ്ഥാനത്ത് അല്പവസ്ത്രധാരികളായി ശരീരത്തെ പ്രദർശിപ്പിച്ച് കിരാതന്മാരെ പോലെ ഹെയർ സ്റ്റൈലും കാണിച്ച് ആണും പെണ്ണും പുരിയോ മടിച്ച് അണിഞ്ഞൊരുങ്ങി നടക്കുക. അതും ഞാൻ കേട്ടതാണ്. പുരികമ്പടിക്കൽ ആരോ പ്രസംഗിച്ച് കേട്ടു, സോതോമിൽ നിന്ന് വന്നാണെന്ന്. എന്ത് രസത്തിലാ പുരികവും മടിച്ച്, മാത്രമല്ല കണ്ണുമെഴുതി സുന്ദരമായിട്ട് മിനിക്ക് നടക്കുക. വിശ്വാസിയാ, ഞാൻ ബോണക്കേനാ, ഞാൻ ദൈവത്തിലാ പറയാൻ എനിക്ക് ലജ്ജയുണ്ട്. ഈ ലോകത്തിന് എൻ്റെ ദൈവം നിന്നൊരു മനസ്സലിഞ്ഞുകൊണ്ടാണ് നിന്നെ വീണ്ടെടുത്തത്. 2:7 പറഞ്ഞത് ദൈവ ഭയത്തിൽ വിശ്വാസത്തെ എത്തിക്കാൻ ആരെയും ഭയമില്ല. ഞാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞ് ആ രംഗം അവസാനിപ്പിക്കാം. നിന്റെ വേഷം കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വേഷം കൊണ്ട്
മറ്റൊരുത്തൻ മോഹൻ മറ്റൊരുത്തനിൽ ജനിപ്പിച്ചാൽ അവൻ ചെയ്യുന്ന പാപത്തിന് നാമും കൂട്ടുത്തരവാദിയാണ് മനുഷ്യരെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പാപം ചെയ്യിക്കുന്ന രീതിയിൽ വസ്ത്രം ധരിക്കരുത്. ആണായാലും പെണ്ണായാലും ദൈവത്തിന്റെ വ്യവസ്ഥയാണ്. ഇയാൾക്ക് എന്നെ അധികാരം എന്ന് പറയാൻ ഒരു പക്ഷേ നിങ്ങൾ ചിന്തിച്ചേക്കാം. എൻ്റെ ദൈവത്തിന് എനിക്കൊരു അധികാരമില്ല. എൻ്റെ ദൈവത്തിന് വചനം പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാകരുത്. നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ മന്ദിരമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കേണ്ടതാണ്. അശുദ്ധമാക്കുന്നതിൽ ദൈവത്തിൻ്റെ മന്ദിരം അശുദ്ധമാക്കുന്നവനെ ദൈവം വിധിക്കും. ആകയാൽ ഈ ലോകത്തിൻ്റെ ഒരു ഫാഷനും അനുകരിക്കരുത്. ടെന്റിനൊത്തോണം പോകേണ്ടവരല്ല നാം. പിന്നെയോ സ്വർഗീയരാണ്. അത് പിന്നാലെ ചിന്തിക്കാം. മാത്രമല്ല വേറൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. ഈ ലോകത്തിൻ്റെ അഞ്ചാമത്, ഈ ലോകത്തിൻ്റെ പ്രതിഷേധ മാർഗങ്ങളൊന്നും നാം അനുവർത്തിക്കരുത്. ശക്തിപ്രകടനം, പ്രതിഷേധ റാലി, സമരം, കുത്തിയിരിപ്പ്, ഗ്രൂപ്പിസം, അധികാര വടംവലി, ഇതൊന്നും ദൈവത്തിൻ്റെ വചനത്തിന് അനുസൃതമല്ല. അതല്ല ലോകത്തുള്ളത്. അറുക്കുവാൻ കൊണ്ടുപോകുന്നവരുടെ മുൻപിൽ, രോമം കത്തിരിക്കുന്നവരുടെ മുൻപിൽ മിണ്ടാതിരുന്ന കുഞ്ഞാനെ പോലെ അവസാന നിമിഷം വരെ ഒന്ന് നൂർന്ന് നോക്കുക പോലും ചെയ്യാതെ മൗനമായി നിന്നവനാണ് എൻ്റെ കർത്താവ്. ആ ക്രിസ്തുവിനെ സേവിക്കുന്നവർ ഇന്ന് കാണിക്കുന്ന കൊണ്ടാൽ ദുഃഖരം, അപവാദപ്രചരണം ഒരു വശത്ത്, സത്യത്തോട് പുലബന്ധം പോലുമില്ലാത്ത പച്ചക്കള്ളം കല്ലുവച്ച നുണകൾ പറഞ്ഞ് മറ്റുള്ളവരെ വധിക്കാൻ, മറ്റുള്ളവരുടെ സാക്ഷ്യം നശിപ്പിക്കാൻ ദൈവം എന്ന് പറയുന്നവർക്ക് ഇന്നൊരു മടിയുമില്ല. എന്നിട്ട് വന്നെന്ന് കർത്താവിനെ സ്തുതിക്കുക. അത് ലോകത്തിൻ്റെ രീതിയാണ്. പല്ലും നഖവും ഉപയോഗിച്ച് അന്യോന്യം എതിർക്കുക ലോകത്തിൻ്റെ രീതിയാണ്. നീ അതിന് അനുകരിക്കരുത്. സമരം ചെയ്ത് കാര്യം നേടുന്ന രീതി വിശ്വാസി അനുകരിക്കരുത്. പ്രതിഷേധ പ്രകടനം നടത്തി എന്തെങ്കിലും സാധിക്കാവുന്ന വിശ്വാസി ചിന്തിക്കരുത്. ഈ ലോകത്തിന് അനുപരാഗെന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉണ്ട്. നമ്മുടെ മാർഗം വേറെയാണ്. അതുകൊണ്ട് അപ്പോസ്തലൻ ദൈവത്തിന് ഒന്ന്, ദൈവം നിന്നോട് മനസ്സലിഞ്ഞു. രണ്ട്, നിന്റെ ജീവനുള്ള ബലിയായ നിന്റെ ശരീരത്തെ സമർപ്പിക്കണം. എന്നിട്ടാ പറഞ്ഞ ഈ ലോകത്തിന് അനുപരാകരുത്. അപ്പോൾ ലോകത്തിൻ്റെ ലോകം കാണിക്കുന്ന പോലുള്ള ഓരോ പ്രതിഷേധ മാർഗവും ദൈവപൈതലിന് പാടില്ല. ദൈവപൈതൽ ചെയ്യുന്നെങ്കിൽ തികച്ചും വചനവിരുദ്ധമാണ്. അത് ലൗകികമാണ്. അധികാരം പിടിച്ചെടുക്കാൻ, മറ്റുള്ളവനെ താഴെ ഇറക്കാൻ എന്ത് എന്താണെന്ന് അറിയത്തില്ല. അവർ ധരിക്കുന്നത് അധികാരം എന്ന് പറഞ്ഞാൽ എന്തോ വലുതാന്നാ. ദൈവം തരാത്ത ഒന്നും നിലനിൽക്കത്തില്ല. അത് ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ ഈ ലോകത്തിന് ഒരു പ്രാവശ്യം പറയട്ടെ, ഈ ലോകത്തിൻ്റെ പ്രതിഷേധ മാർഗങ്ങളൊന്നും അനുവർത്തിക്കരുത്. 6, ലോകത്തിൻ്റെ വളഞ്ഞ ഒരൊറ്റ വഴിയിൽ കൂടിയും ധനസമ്പാദനത്തിന് ശ്രമിക്കരുത്. ധനസമ്പാദന മാർഗങ്ങൾ വളഞ്ഞ വഴികളുടെ വക്രമായ രീതിയിലൂടെ ഇന്ന് 4 കാശുണ്ടാക്കാൻ എന്തെല്ലാം മാർഗമാണ് ഉപയോഗിക്കുന്നത്. ദൈവാഗ്രഹത്താൽ കൗശല വാക്ക് പറഞ്ഞ് നിങ്ങളെ വാണിഭമാക്കുമെന്ന് ദൈവത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഇന്ന് ഭയങ്കര ബിസിനസ്സാണത്. ഏതെങ്കിലും സാധ്യത കിട്ടുന്നവർ കഷ്ടപ്പെടുന്ന പാവപ്പെട്ടവരുടെ പേരും പറഞ്ഞ് അവരുടെ പേരുപയോഗിച്ച് കാശ് മറ്റ് പലയിടത്തും പോയി കാശ് വരുന്ന രീതി, എന്നിട്ടോ സ്വന്തം പേർക്ക് സമ്പാദിക്കുക, ഉയർത്തുക. അനേക അനുഭവങ്ങൾ അറിയാവുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. മാത്രമല്ല, നേരായ മാർഗത്തിൽ അധ്വാനിക്കാം, ജോലി ചെയ്യാം, കാശുണ്ടാക്കാം. ഒരു കുഴപ്പമില്ല. കഠിനാധ്വാനം ചെയ്ത് വേല ചെയ്യാൻ മനസ്സിലാത്തവൻ തിന്നുകയുമെന്ന് ദൈവത്തിൽ കാണാം. എന്നാൽ വളഞ്ഞ വഴിയിലൂടെ ധനം സമ്പാദിക്കാൻ
ക്രിസ്തീയ വിശ്വാസികൾക്ക്, ദൈവത്തിൻ്റെ മനസ്സലിവ് അനുഭവിച്ചവർക്ക് അവകാശമില്ല. വളരെ രസകരമായിട്ട് അമ്മായിയപ്പൻ്റെ ഇതെല്ലാം അടിച്ചു മാറ്റിയ ഒരു മരുമോനെ വേദപുസ്തകത്തിലുണ്ട്. ഇന്നത്തെ ആധുനിക ജനിതക ശാസ്ത്രം ഉടലെടുക്കുന്നതിന് മുൻപ് ഉൽപ്പത്തി പുസ്തകം വായിച്ചാൽ യാക്കോബ് ചെയ്ത ലാബാൻ്റെ കരുത്തുള്ളതിനെയൊക്കെ സ്വന്തമാക്കാൻ യാക്കോബ് ചെയ്ത ഒരു തന്ത്രം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണാം. ആടുകൾ വെള്ളം കുടിക്കാൻ വരുമ്പോൾ അരിഞ്ഞൽ വൃക്ഷത്തിൻ്റെയൊക്കെ കൊമ്പിൻ്റെ തോലുരിച്ച് അവിടെ വെച്ചിട്ട് അവൻ ഉപയോഗിച്ച ട്രിക്ക് വല്ലതും പിടിച്ചു പറിച്ചു. അത് ആടുകൾ പുള്ളിയും മറുകുള്ളത് നിൻ്റെതാന്ന് പറഞ്ഞ് അമ്മായിപ്പൻ സമ്മതിച്ചതാ. പക്ഷേ അത് അമ്മായിപ്പൻ അറിയാതെ അവന് സ്വന്തമാക്കിയത് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇതുപോലെ സൂത്രം ഉപയോഗിച്ച്, തന്ത്രം ഉപയോഗിച്ച്, വളഞ്ഞ വഴി ഉപയോഗിച്ച് പണമുണ്ടാക്കി, പണത്തിന് വേണ്ടി എന്തെല്ലാം മനുഷ്യർ എന്തെല്ലാം സമ്പാദിക്കാൻ ഇതെല്ലാം. ഈ കഴിഞ്ഞ ആ ബന്ധത്തിൽ ഒരു കൊച്ചു കഥ പറഞ്ഞോട്ടെ. എൻ്റെ മകള് ചില വർഷങ്ങൾക്ക് മുമ്പ് വാട്സപ്പിൽ എനിക്ക് അയച്ചു തന്ന ഒരു കൊച്ചു കഥയാണ്. ഞാനിത് പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ കഠിനാധ്വാനം ചെയ്ത് പിശുക്കനായിരുന്നു, കണ്ടമാനം സമ്പാദിച്ചിട്ട് അവൻ്റെ ഭാര്യയെക്കൊണ്ട് ഒരു ഉടമ്പടി ചെയ്യിച്ചു. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇത് മുഴുവൻ വേറെ ആർക്കും കൊടുക്കരുത്, എനിക്ക് തരണം, ഞാൻ പോകുമ്പോൾ എനിക്ക് തരണം. അവൾ സമ്മതിച്ചു. അതുപോലെ കുറേ നാൾ കഴിഞ്ഞാലും മരിച്ചു. അയാളെ കൊണ്ട് കുഴിച്ചിട്ടു, എല്ലാം ചെയ്തു. ചില നാൾക്ക് എല്ലാം കഴിഞ്ഞ് അയാളുടെ ഭാര്യയോട് അയാളുടെ ഒരു സ്നേഹിതൻ ചോദിച്ചു, നിങ്ങളുടെ ഭർത്താവ് ജീവിച്ചിരുന്നപ്പോൾ ഇങ്ങനെ ഉടമ്പടി ചെയ്യിച്ചിട്ടുണ്ടല്ലോ? ഉണ്ട്. നീ അത് ചെയ്തോ? കൃത്യമായി ചെയ്തു. നീ എന്താ ചെയ്തേ? ആ തുകയ്ക്കുള്ള, അദ്ദേഹം ഉണ്ടാക്കിയതിന് മുഴുവൻ തുകയ്ക്കുള്ള ഒരു ചെക്ക് ഞാൻ എഴുതി ആ പെട്ടി വെച്ചിട്ടുണ്ട്. മാറിയെടുക്കുന്നത് അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. കീറ തുണിയും ഒരു പന്നപ്പെട്ടിയും അല്ലാതെ നമുക്കൊന്നും ഈ ലോകത്തിൽ നിന്ന് കൊണ്ടുപോകാനില്ല. എന്നാലും ആർത്തിയ ലോകത്തിൻ്റെ മാർഗങ്ങൾ, വളഞ്ഞ വഴികൾ. ദൈവം തരുന്നത് വേറെ. നേരോട് നടക്കുന്നവർക്ക് അവൻ ഒരു നന്മയും മുടക്കുകയില്ല. എന്നാൽ വളഞ്ഞ വഴികൾക്ക് തിരിഞ്ഞാൽ ദുഷ്പ്രവർത്തിക്കാരുടെ കൂടെ എന്ന് ദൈവം പറയുന്നു. ഈ ലോകത്തിൻ്റെ ധനാഗമ മാർഗങ്ങൾ അനുവർത്തിക്കുക, വളഞ്ഞ വഴികൾ. നേരായ വഴി കൂടെ ദൈവം തന്ന് ആ സന്തോഷത്തോടെ സ്തോത്രം ചെയ്ത് അനുഭവിച്ച് മറ്റുള്ളവരെ സഹായിച്ച് സന്തോഷമായി മുന്നോട്ട് പോവാം. മാത്രമല്ല, ചുരുക്കി പറഞ്ഞാൽ, ഏഴാമത്, ലോകം തൻ്റെ അച്ചിൽ നിന്നെ ഞെക്കിക്കൊള്ളിക്കരുത്. ഏതോ ഒരു തർജ്ജമയിൽ ഞാനത് വായിച്ചതാണ്. ബൈബിളിൻ്റെ തന്നെ ഏതോ ഒരു ഇംഗ്ലീഷ് തർജ്ജമയിൽ, ഏതോ ഒരു വേഷനിൽ അതിങ്ങനെ ലോകം, ആ വാക്യം ലോകത്തിന് അനുരൂപരാകുന്നുള്ള വാക്യം, തൻ്റെ മോൾഡിൽ, തൻ്റെ അച്ചിൽ നിന്നെ ഞെക്കിക്കൊള്ളിക്കരുത്. അവൻ സമ്മർദ്ദം ചെലുത്തും, ധാരാളം സമ്മർദ്ദം ചെലുത്തും. പക്ഷേ ലോകത്തിൻ്റെ അധിപതിയായവൻ, അവൻ്റെ അച്ചിൽ നിന്നെ ഞെക്കിക്കൊള്ളിക്കരുത്. അതിൻ്റെ അർത്ഥം നിന്നെ കൺട്രോൾ ചെയ്യാൻ, നിന്നെ നിയന്ത്രിക്കാൻ, നിന്നെ ഭരിക്കാൻ, നിന്നെ പ്രയോജനരഹിതനാക്കാൻ, ദൈവരാജ്യത്തിന് കൊള്ളാത്തവനാക്കാൻ ലോകം ശ്രമിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ തുറന്നു ചിന്തിച്ചാൽ ഇതിനോടനുബന്ധിച്ച് മറ്റ് പലതും നമുക്ക് പറയാനുണ്ട്. ചുരുക്കത്തിൽ ഞാൻ 7 കാര്യങ്ങൾ മാത്രം പറഞ്ഞു. ലോകത്തിന് ചിന്താതി വെച്ച് പുലർത്തരുത്, ലോകത്തിന് ആചാരമര്യാദകൾ പുലർത്തരുത്, ലോകത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ പുലർത്തരുത്, ലോകത്തിൻ്റെ ഫാഷൻ അനുകരിക്കരുത്, ലോകത്തിൻ്റെ പ്രതിഷേധ മാർഗങ്ങൾ പിന്തുടരരുത്, ലോകത്തിൻ്റെ ധനസമ്പാദന മാർഗങ്ങൾ, വളഞ്ഞ വഴിക്കുള്ള ധനസമ്പാദന മാർഗങ്ങൾ അനുവർത്തിക്കരുത്, ലോകം തൻ്റെ അച്ചിൽ നമ്മെ ഞെക്കിക്കൊള്ളിക്കരുത്. ദൈവത്തിൻ്റെ മനസ്സിൽ ഉറപ്പിച്ച് നമ്മോട് പറയുന്നു, ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വാദിക്കുന്നു, ഈ ലോകത്തിന് അനുരൂപരാകരുത്. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഒന്ന് ചിന്തിക്കുക.
നമ്മുടെ ഹൃദയത്തിലോ നമ്മുടെ പെരുമാറ്റങ്ങളിലോ ഏതിലെങ്കിലും ലോകത്തോട് ഒത്തുപോകണം എന്ന് നാം ചിന്തിക്കുന്നെങ്കിൽ ദൈവം തിരിച്ചറിയാൻ ഒക്കുകയില്ല. ആത്യന്തികമായി ലോകം തൻ്റെ അച്ചിൽ നമ്മെ ഞെക്കിക്കൊള്ളിക്കും. നാം ഉപയോഗശൂന്യരായിത്തീരും. ശ്രദ്ധിക്കാം. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് തുറന്ന് മറ്റുള്ള കാര്യങ്ങൾ ചിന്തിക്കാമല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ സ്നേഹവനായ സ്വർഗീയ പിതാവേ, നിങ്ങളെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതാ ഈ ലോകത്തിന് എൻ്റെ എന്ന വാക്യത്തെ അടിസ്ഥാനമാക്കി ഞങ്ങൾക്ക് അല്പമായി ചിന്തിപ്പാൻ ദൈവം അവസരം തന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തെ ആഴത്തിൽ പരിശോധിച്ച് ലൗകികരായിട്ടല്ല, ദൈവത്തോട് അനുരൂപരായി ദൈവത്തോട് ഒത്ത് ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തോട് അനുരൂപരായി ലോകത്തിൻ്റെ നാശത്തിൽ ഞങ്ങൾ വാഗപ്പെടാതെ ദൈവത്തോട് അനുരൂപരായി ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് തന്നെ എല്ലാവരോടും സംസാരിക്കുമാറാകണമേ. കൃപ തരണമേ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമായെങ്കിൽ മറ്റുള്ളവരേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കായി പ്രാർത്ഥിക്കുക. ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ.